മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോ പരീക്ഷക്കാലാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്നതായിരിക്കും പരീക്ഷ ചോദ്യങ്ങൾ, പാഠപുസ്തകമൊക്കെ മാറിയതാണ്, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ ഉത്തരം എഴുതേണ്ടി വരിക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ. ഇതിനൊന്നും ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ കൂളായിട്ട് പരീക്ഷയെ നേരിടാൻ പറ്റും. അതിനാണല്ലോ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ പരീക്ഷയെ ചിരിച്ചുകൊണ്ട് നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കാനാണ് ഞങ്ങൾ സൈലം ടീച്ചേഴ്സ് ഓരോരുത്തരും ഇവിടെ തന്നെ ഉള്ളത്. ഇന്ന് ടീച്ചറെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പരീക്ഷ ചോദ്യം പറഞ്ഞു തരാം കേട്ടോ. അതിനു മുൻപ് നമ്മുടെ പ്രാണ ബാച്ചിലെ പൃഥ്വി ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് അറിയോ? പ്രാണ 4ാം ക്ലാസ്സിലാണ്. പൃഥ്വി ബാച്ച് 5ാം ക്ലാസ്സിലെ സൈലത്തിന്റെ പുതിയൊരു ബാച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി ഉള്ള ഒരു ബാച്ചാണ്. ഇതിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ സൈലം കിഡ്സ് ആൻഡ് പൃഥ്വി കിഡ്സ് അങ്ങനെ വിളിക്കാം അല്ലെ? കിഡ്സ് ആണോ നിങ്ങൾ എന്നുള്ളതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. എനിക്ക് സംശയമൊന്നുമില്ല, എനിക്ക് നിങ്ങൾ കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യണം. അതിനു മുൻപ് അതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം കേട്ടോ. നോക്കിയേ, ഇവിടെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതില് റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും. ഓരോ യൂണിറ്റ് കഴിയുന്ന സമയത്ത് യൂണിറ്റ് ടെസ്റ്റ് നടത്തും. പിന്നെ എന്താണ് ലൈവ്, അതിന്റെ തന്നെ ആൻസർ, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഡിസ്കഷൻ ഉണ്ടാവും. ലൈവായിട്ട് തന്നെ കേട്ടോ കാര്യങ്ങളൊക്കെ. അതിന്റെ സ്ലൈഡ്സും നോട്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഓരോ ക്ലാസ്സിന് ശേഷവും. പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോ എന്താണ്, മറ്റു കുട്ടികളെ നിങ്ങള് പൃഥ്വി ബാച്ചിലെ മക്കളാവുന്ന സമയത്ത് മറ്റു കുട്ടികളെക്കാളും നിങ്ങൾക്ക് എന്തായിരിക്കും, ചാപ്റ്റേഴ്സ് എല്ലാം സെറ്റ് ആയിരിക്കും കേട്ടോ. മലയാളം പോലെ, ഇംഗ്ലീഷ് പോലെ, മാത്സ്, എല്ലാ സയൻസ്, എല്ലാ സബ്ജക്റ്റും, സോഷ്യൽ എന്ന് വേണ്ട എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ മക്കളെല്ലാവരും ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഒരു വർഷത്തേക്കുള്ള ഇതിന്റെ ഫീ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 1999 രൂപയാണ്. ഒരു വർഷത്തേക്കാണ്, മുഴുവനായിട്ടും കിട്ടും. ഇതുവരെയുള്ള ക്ലാസ് ഒക്കെ അവിടെ റെക്കോർഡഡ് ആയിട്ട് അവിടെ ഉണ്ടാവും കേട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളം ഫസ്റ്റ് ആണ് ടീച്ചർ പറയുന്നത്. ഇത്തിരി പൂവേ കുരുന്നു പൂവേ അല്ലേ? അതുപോലെ ഒപ്പം ചിരിക്കാം. ഈ 2 യൂണിറ്റിൽ നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് ലൈവ് ടീച്ചർ കൊണ്ടുവരും. അതുപോലെ പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളൊക്കെ ഈ 2 യൂണിറ്റിൽ നിന്നാണ്. വളരെ രസമുള്ള പാഠഭാഗങ്ങളാണ് കേട്ടോ. എനിക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടും ഇഷ്ടമായി ഈ ഒരു ടെക്സ്റ്റ് പാഠപുസ്തകത്തിന്റെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. അപ്പൊ മണ്ണിലെ കിനാവുകളും കാട്ടിലെ മഴയും ഡെയ്സി ചെടിയും എല്ലാം 1ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. അതിലെ കാട്ടിലെ മഴ എന്ന് പറയുന്ന ഒരു അനുഭവ കുറിപ്പുണ്ട്. നല്ല രസമാണല്ലേ? നാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത്, കാട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ കാട്ടിലെ മഴ എന്ന് പറയുന്ന അനുഭവ കുറിപ്പിൽ നിന്ന് ഒരു ചോദ്യമുണ്ട്. സംഭാഷണം എഴുതാം. കാടും മഴയും. കാട്ടിലാണ് മഴ പെയ്യുന്നത് അല്ലെ? അപ്പോ കാട് മഴയോട് ചോദിക്കുന്നതും മഴയുടെ തിരിച്ചുള്ള മറുപടിയും ഒക്കെ നമുക്ക് സംഭാഷണമായിട്ട് എഴുതാം. സംഭാഷണം ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ അത് മനസ്സിലാക്കുക. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? അപ്പൊ കാട്, സംഭാഷണം എന്ന് പറയുമ്പോൾ 2 പേര് വേണമെന്നറിയാം. കാട് ആദ്യം ചോദിക്കുകയാണേ, എത്ര നാളായെന്നോ നിന്നെ കാത്തിരിക്കുന്നു. ആരോടാ ചോദിക്കുന്നത്? മഴയോടാണ് കേട്ടോ. എന്തേ ഇത്രയും വരാൻ വൈകി? മഴയോടാണ്. അപ്പൊ മഴ ഉത്തരം പറയാണേ, എന്ത് ചെയ്യാനാണ് സുഹൃത്തെ, മഴമേഘങ്ങൾ വരാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ. മഴമേഘങ്ങൾ വരാതെ എനിക്ക് വരാൻ കഴിയില്ലല്ലോ. പിന്നെ അടുത്തത് ആരുടെ ചോദ്യാണ്? നീ കണ്ടില്ലേ എന്റെ അവസ്ഥ? നോക്കൂ, എന്റെ മക്കളൊക്കെ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. പുഴയും അരുവികളെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. ഈ കാട്ടിലുള്ള എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. ഒരു പ്രതീക്ഷയോടെ എങ്ങനെ വന്നു എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് അത് പറയുന്നത്. എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ മഴ പറയാണേ, എത്രയെത്ര നാടും കാടും താണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അവിടെയുള്ളവരും എന്നെ ഇതുപോലെ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ പോലെ അവിടെയുള്ളവര്, കാടും മേടും താണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത്, അവിടെയുള്ളവരും എന്നെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. എങ്കിലും ഇപ്പോൾ എത്തിയല്ലോ. കാട് അതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. എങ്കിൽ ഇപ്പോൾ എത്തിയല്ലോ, ഒരുപാട് സന്തോഷം. ഞാനും എന്റെ മക്കളും ഇപ്പോൾ വളരെയേറെ സന്തോഷത്തിലാണ്. കാടിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ കാട്ടിലെ മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും എല്ലാം ചേർന്നതാണ് കാടിന്റെ മക്കൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ കാടും മഴയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ്. ചിലപ്പോൾ നിങ്ങളോട് ഇതുപോലെ ഇത് 5 ഡയലോഗുകളാണുള്ളത് കേട്ടോ. ഇതുപോലെ 5 പ്രാവശ്യം, അതായത് കാട്, മഴ, കാട് 3 അല്ലെ?
മഴ, കാട്, പിന്നെന്താ മഴ, വീണ്ടും അങ്ങനെ മൂന്ന് 6 സംഭാഷണങ്ങൾ ചിലപ്പോൾ എഴുതാൻ പറയും, ചിലപ്പോൾ 5. കാരണം ഒരു പ്രവർത്തനത്തിന് 5 മാർക്ക് എന്നുള്ളതാണെങ്കിൽ 5 എണ്ണം മതിയാവും. ആദ്യം 1 തന്നിട്ട് ബാക്കി എഴുതാനാണെങ്കിൽ നിങ്ങൾ 5 കൂടി എഴുതണം കേട്ടോ. അപ്പോ ഇതാണ് നമ്മുടെ സംഭാഷണം എഴുതുന്ന രീതി. ടീച്ചർ മറ്റു ചോദ്യങ്ങളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ മാരത്തോണിലും നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പാഠപുസ്തകം മാറിയതിന്റെ ടെൻഷൻ ഒന്നും വേണ്ട, നമുക്കത് സെറ്റ് ആക്കാം. നിങ്ങളുടെ കൂടെ സൈലമുണ്ട്, ഒപ്പം ശ്രുതി ടീച്ചർ ഉണ്ട്, സൈലത്തിലെ ഓരോ ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.